നമ്മുടെ ജീവിതത്തിൽ നല്ല മനുഷ്യരുടെ സ്വാധീനം ഹൃദയസ്പന്ദനം പോലെയാണ്. അത് നമുക്ക് അദൃശ്യമാണ്. ആ അദൃശ്യ സ്നേഹം നമ്മുടെ ജീവിതചര്യകളിലെല്ലാം തന്നെ നമ്മോടൊപ്പം ഉണ്ടാവും. ജീവിതത്തിന്റെ വിജയ പരാജയങ്ങളിൽ നമുക്കത് കൂട്ടാവുകയും ചെയ്യും. ജീവിതം എന്താണ് അർത്ഥമാക്കുന്നത്? യാഥാർത്ഥ്യങ്ങളും മാനസിക വികാരങ്ങളും തമ്മിലുള്ള വിട്ടുവീഴ്ചയാണ് ജീവിതം. ഏതൊരു മനുഷ്യനും ആഗ്രഹങ്ങളുടെ വിജയമാണ് കൊതിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അതിന് യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. വിജയം കൊയ്തെടുക്കാൻ പ്രയത്നിക്കുന്ന മനുഷ്യന് പരാജയം മനസ്സിന്റെ താളം തെറ്റിക്കും. അവൻ ചിലപ്പോൾ നിശബ്ദനാവും, മറ്റു ചിലപ്പോൾ ജീവിത വൈകൃതങ്ങളിലേക്ക് കൂപ്പുകുത്തും. ചില സമയങ്ങളിൽ ഭ്രാന്തമായ വികാര ചേഷ്ടകൾ കാണിക്കും, അലറും, കരയും, ചിരിക്കും. എപ്പോഴും ഓർക്കുക, നമ്മുടെ ബോധ മനസ്സിന്റെയും ഉപബോധ മനസ്സിന്റെയും ഇടയിലുള്ള നേരിയ നൂൽബന്ധം നമ്മുടെ കൈകളിൽ ഭദ്രമാവണം. ഒട്ടും തന്നെ പതറിപ്പോവാതെ ആ നേർത്ത നൂലിന്റെ സംരക്ഷണത്തിനായി നാം അങ്ങേയറ്റം പ്രയത്നിക്കണം. ഈ സമയവും കടന്നു പോകും. ഓർക്കുക, പുലരികൾ ഉദിക്കുകയും രാത്രികൾ പിറക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതവും മാറിക്കൊണ്ടേയിരിക്കും. നാളെയുടെ സൂര്യോദയം നമുക്ക് വെളിച്ചമാവും. അത് നമ്മെ സമാധാനത്തിന്റെ തൂവെളിച്ചമാകുന്ന ചാന്ത് കൊണ്ട് നെറ്റിയിൽ കളഭം വരയ്ക്കും. ആ കളഭത്തിന്റെ നേർത്ത തണുപ്പിൽ നാം ബോധം മറഞ്ഞുറങ്ങും. ഉറക്കത്തിനൊടുവിൽ സമാധാനത്തിന്റെ ശാന്തതയുടെ സ്നേഹപ്പറവകൾ നമുക്ക് ചുറ്റും പാറിക്കളിക്കും. ആ സജസ്റ്റൽ മൈൻഡിൽ നിന്നും നാം പയ്യെ പയ്യെ പിച്ചവെച്ച് നീക്കും. നമ്മെ താങ്ങി നിർത്താൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർ നമ്മെ ചിരിപ്പിക്കാൻ ശ്രമിക്കും, ഒരു ശിശുവിനെ പോലെ കരുതി സംരക്ഷിക്കും. ഇടയ്ക്കെപ്പോഴോ ആരും കൂട്ടിനില്ലാത്തപ്പോൾ നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ദുഃഖത്തിന്റെ കാണാ കയങ്ങളിലേക്ക് ഊളിയിടുമ്പോൾ ശ്രമിക്കുക, തീവ്രമായി പരിശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന്റെ താക്കോൽ ഭദ്രമായി സൂക്ഷിക്കുക. എഴുന്നേൽക്കുക, ചുറ്റുമുള്ളതിനെയൊക്കെ വീക്ഷിക്കുക. സ്വയം നിങ്ങളുടെ ചികിത്സകരാവുക. വീണ്ടും സൂര്യൻ ഉദിക്കുകയും അസ്തമയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കാലചക്രം വീണ്ടും ചലിച്ചുകൊണ്ടേയിരിക്കും. നാം അവയോട് താതാത്മ്യം പ്രാപിച്ച് മനസ്സിന്റെ തമസിൽ നിന്നും വെളിച്ചത്തിന്റെ പ്രഭാവത്തിലേക്ക് എത്തി നോക്കും. പയ്യെ പയ്യെ സ്ഥൈര്യമാർജിച്ച് ഊർജ്ജസ്വലരാകാൻ പ്രയത്നിക്കും. ആശാകിരണങ്ങളുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ഉയർത്തപ്പെടും. മറ്റു ചിലപ്പോൾ ദുഃഖത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് താണു പോകും. ഒരിക്കലും അങ്ങനെയാവാതിരിക്കുക. മനസ്സിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കൈകളിൽ ഭദ്രമായി സൂക്ഷിക്കുക. ഭ്രാന്തിയെന്നോ ഭ്രാന്തനെന്നോ അവരോധിക്കപ്പെടാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതിരിക്കുക. റൈസ് ലൈക്ക് എ ഫീനിക്സ് and bloom in the desert.